എല്ലാവരും ലോകത്തെ മാറ്റാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ ലോകത്തെ മാറ്റാനല്ല ശ്രമിക്കേണ്ടത്. നിങ്ങൾ മാറുമ്പോൾ ഈ ലോകം തന്നെ മാറും. യഥാർത്ഥ മാറ്റം എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്? ഒരു കഥ പറയാം. ഒരിക്കൽ ഒരു സൂഫി ഫക്കീറിൻ്റെ അടുക്കൽ വന്ന് ഒരാൾ ചോദിക്കുകയുണ്ടായി, അല്ലയോ ഗുരുവേ, അങ്ങ് ചെറുപ്പമായിരുന്നപ്പോൾ ദൈവത്തോട് എന്തായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്? ഗുരു പുഞ്ചിരിയോടുകൂടെ പറഞ്ഞു, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വളരെ ആവേശത്തിലായിരുന്നു. ഈ ലോകത്തെ മുഴുവൻ മാറ്റാനുള്ള ശക്തി നൽകണമേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അദ്ദേഹം ചോദിച്ചു, എന്നിട്ട് ലോകം മാറിയോ? ഗുരു പറഞ്ഞു, ഇല്ല, ലോകത്തെ മാറ്റാൻ അത്ര എളുപ്പമൊന്നുമല്ല എന്ന് എനിക്ക് മനസ്സിലായി. മധ്യവയസ്സൊക്കെ ആയപ്പോൾ എൻ്റെ പ്രാർത്ഥന ഞാൻ മാറ്റി. എൻ്റെ കുടുംബത്തെയും കൂട്ടുകാരെയും മാറ്റാനുള്ള ശക്തി നൽകണമേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, എന്നിട്ട് എന്തെങ്കിലും ഫലം ഉണ്ടായോ എന്ന്. ഗുരു പറഞ്ഞു, ഇല്ല. വാർദ്ധക്യത്തിലെത്തിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇപ്പം എൻ്റെ പ്രാർത്ഥന എന്നെ തന്നെ മാറ്റാനുള്ള ശക്തി എനിക്ക് നൽകിയാലും എന്നായി. ഇപ്പം എനിക്ക് സമാധാനമുണ്ട്. കാരണം ഞാൻ മാറിയപ്പോൾ ഈ ലോകം തന്നെ മാറുന്നതായി ഞാൻ അറിയുന്നു. നമ്മളെപ്പോഴും സാഹചര്യത്തെയും മറ്റുള്ളവരെയും കുറ്റപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥ വിപ്ലവം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്. നമ്മളെ ചിന്താരീതിയും പ്രവർത്തനത്തിലും മാറ്റം വരുമ്പം തന്നെ ഈ ലോകം താനേ മാറിക്കോളും.